ഹായ്. നീറ്റ് സ്കാമുമായി ബന്ധപ്പെട്ട നമ്മളുടെ കേസ് സുപ്രീം കോടതി അല്പസമയം മുമ്പേ പരിഗണനയ്ക്കെടുത്തു. ഇന്നത്തെ 37ാമത്തെ കേസായിട്ടാണ് കോടതി അത് പരിഗണിച്ചത്. ജസ്റ്റിസ് മനോജ് മിശ്രയും SVN ഭാട്ടിയും അടങ്ങുന്ന ബെഞ്ചാണ് കേസ് കേട്ടത്. അഡ്വക്കേറ്റ് ബസന്ത് സാർ നമുക്ക് വേണ്ടി ഇന്ന് സുപ്രീം കോർട്ടിൽ ഹാജരായി. നമ്മൾ മുമ്പേ നിങ്ങളോട് പറഞ്ഞതാണ്, കേരള ഹൈക്കോർട്ടിലെ പഴയ ജസ്റ്റിസും ഇന്ത്യയിലെ തന്നെ ഏറ്റവും സീനിയർ അഡ്വക്കേറ്റുമാരിൽ ഒരാളുമായ അഡ്വക്കേറ്റ് ബസന്താണ് സൈലത്തിന് വേണ്ടി ഹാജരാകുന്നത് എന്ന്. 8-ാം തീയതിയാണ് നീറ്റ് സ്കാമുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം കോടതി എടുക്കാം എന്ന് തീരുമാനിച്ചത്. അതിനു മുമ്പേ ഇന്ന് ബസന്ത് സാറിന്റെ വാദം കോടതി കേൾക്കുകയായിരുന്നു. മുഴുവൻ സമയവും കോടതി നടപടികൾ ഞാനിരുന്ന് കണ്ടു. അതുകൊണ്ടാണ് നിങ്ങളെ ഇപ്പോൾ വന്ന് കാണണം എന്ന് വിചാരിക്കുന്നത്. വളരെ വിചിത്രമായ കുറേയേറെ കാര്യങ്ങളാണ് കോടതിയിൽ സംഭവിച്ചത്. ഒന്ന്, ഒരുപാടേറെ കുഞ്ഞുങ്ങൾക്ക് OMR ഷീറ്റ് ലഭ്യമായില്ല എന്ന പരാതി നമ്മളുടെ പെറ്റീഷൻ്റെ കൂടെ, അത്തരം കുട്ടികളുടെ പെറ്റീഷനുകൾ കൂടെ 3-4 പേരുടേത് നമ്മൾ ആഡ് ചെയ്തിരുന്നു. ആ കുട്ടികളുടെ പരാതിയെ അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലാണ് NTA അഡ്വക്കേറ്റ്സ് ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. ഞങ്ങൾ എല്ലാവർക്കും OMR ഷീറ്റ് ലഭ്യമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും തുടർന്നും കോടതി അവരോട് ചോദ്യങ്ങളും ക്ലാരിറ്റിയും ആവശ്യപ്പെട്ടപ്പോൾ അടുത്ത സിറ്റിങ്ങിന് ഞങ്ങൾ വിശദമായി ഞങ്ങളുടെ വാദമുഖം ഹാജരാക്കാം, എവിടെയെങ്കിലും ഞങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം തുടങ്ങിയ മറുപടികളാണ് അവർ പറഞ്ഞത്. മാത്രമല്ല, OMR ഷീറ്റ് ലഭ്യമാക്കിയതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മാർക്കും നിങ്ങൾ കൂട്ടിയ മാർക്കും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിനകത്ത് വന്ന മാർക്കും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടായിട്ടുണ്ട്, രണ്ടും പല ആളുകളുടെ കേസിലും 2 മാർക്കായിട്ടുണ്ട് എന്ന വാദത്തെയും അങ്ങനെ സംഭവിക്കാൻ ഇടയില്ല. ഞങ്ങൾ കുറച്ചുകൂടെ അക്കാര്യങ്ങളിലെല്ലാം കുറ്റമറ്റ രീതിയിലാണ് പരീക്ഷ നടത്തിയത്. അത്തരം പരാതികളൊന്നും കോടതിയുടെ മുമ്പാകെ 10-37 കേസുകൾ വന്നു. അതിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്നല്ലാതെ ഇത്തരം വീഴ്ചകൾ, ഗ്രേസ് മാർക്കും അതേപോലെ ബോണസ് മാർക്കും കൊടുത്തു എന്നൊന്നും പറഞ്ഞതല്ലാതെ ഇത്തരം വീഴ്ചകളൊന്നും ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായില്ല. ഇത് വിചിത്രമായ വാദമാണ് എന്ന രൂപത്തിലാണ് NTA നമ്മളുടെ വാദത്തോട് മറുപടി പറഞ്ഞത്. അങ്ങനെ ഈ രാജ്യത്തെ കുട്ടികൾക്ക് സംഭവിച്ചിട്ടില്ല. എല്ലാവർക്കും OMR ഷീറ്റ് ഞങ്ങൾ കൃത്യമായി ലഭ്യമാക്കിയിട്ടുണ്ട്, ഞങ്ങൾക്ക് അത്തരം പരാതികൾ വന്നിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിൽ NTA മറുപടി പറയുന്നത് കോടതി വാദത്തിനിടയിൽ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കണ്ടത്. കാരണം എൻ്റെ നേരനുഭവത്തിൽ തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങളിൽ ഒരുപാട് പേർ NTAക്ക് അത്തരം പരാതികൾ അയച്ചതെനിക്കറിയാം. ഇത്തരം പരാതികളൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല എന്നൊരു പരമോന്നത നീതിപീഠത്തിന് മുമ്പാകെ NTA പറയുന്നു എന്നത്, കോടതിയിൽ കള്ളം പറയുമെന്നൊക്കെ നാം കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളുടെ കുഞ്ഞുങ്ങളോട് മുഴുവനും, ഈ പരീക്ഷയെ ട്രസ്റ്റ് ചെയ്യുന്ന മുഴുവൻ ആളുകളോടും പറയുന്ന കള്ളമായി സങ്കടത്തോടെ നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. 8-ാം തീയതി കോടതി പരിഗണിക്കാൻ പോകുന്ന കേസുകളുടെ കൂടെയാണ് നമ്മളുടെ കേസും അടുത്ത സിറ്റിങ്ങിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അന്ന് കുറെ കൂടെ വിശദമായി NTAയോട് മറുപടി പറയാൻ, സൈലമുയർത്തിയ വാദങ്ങളോടുള്ള മറുപടി NTAയോട് പറയാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതിയിൽ മറുപടി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങൾ അത് വിശദമായി ഹാജരാക്കാമെന്ന് NTA പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് മറുപടി പറയാനുള്ളത് എന്നതിൽ ഞങ്ങളത് വിശദമായി പഠിച്ച് മറുപടി പറയാം എന്ന രൂപത്തിലാണ് NTA പറയുന്നത്. പക്ഷേ നമുക്കും എല്ലാ കുഞ്ഞുങ്ങളെയും, നമ്മളുടെ കുഞ്ഞുങ്ങളിൽ ആർക്കൊക്കെയാണ് OMR ഷീറ്റ് ലഭ്യമാകാതെ പോയത്, ആർക്കൊക്കെയാണ് മാർക്കിൽ വൈരുദ്ധ്യമുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി കോടതിയുടെ മുമ്പാകെ 8-ാം തീയതി ഹാജരാക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പേരും റോൾ നമ്പറും അവരയച്ച മെയിലിന്റെ കോപ്പിയും ഉൾപ്പെടെ വിശദമായി നമ്മൾ കോടതിയിലേക്ക് സമർപ്പിക്കും. സൈലത്തെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. കോടതിയിലേക്ക് നമ്മൾ 8-ാം തീയതി പോകുന്നതിന് മുൻപാകെ അന്ന് നിങ്ങളുടെ മുമ്പിൽ നമ്മളൊരു ഒഫീഷ്യൽ മെയിൽ ID തന്നിട്ടുണ്ടായിരുന്നു. ആ മെയിൽ ID വീണ്ടും ഞാൻ താഴെ തരുന്നുണ്ട്. ആ മെയിൽ IDയിലേക്ക് ഇനിയും നിങ്ങൾക്ക് പരാതികൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പരാതി അയക്കാം. നിങ്ങൾ പരാതി അയക്കുമ്പോൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് വിശദമായി കൊടുക്കണം. അത് കോടതിക്ക് ചെക്ക് ചെയ്യാവുന്ന രൂപത്തിൽ, പരിശോധിക്കാവുന്ന രൂപത്തിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ലഭ്യമാക്കണം. OMR ഷീറ്റും നിങ്ങളുടെ വന്നിരിക്കുന്ന റാങ്ക് ലിസ്റ്റിലെ മാർക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ലഭ്യമാക്കണം. ഇതൊന്നും പറയാതെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന രൂപത്തിലുള്ള പരാതി മാത്രമാണ് കോടതിയുടെ മുമ്പാകെ പല പെറ്റീഷനുകളായി വന്നിരിക്കുന്നു. ഒരേ വിഷയത്തിൽ പല പെറ്റീഷനുകൾ കോടതിയുടെ മുമ്പാകെ വരുന്നത് കോടതിയുടെ സമയം വേസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള രൂപത്തിലാണ് കോടതി പലപ്പോഴും എടുക്കുക എന്നൊരു റിയാലിറ്റി കൂടെ നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, ഇന്നത്തെ വാദത്തിനിടയിൽ ഞാൻ കേട്ട വിചിത്രമായ ഒന്ന്,
അഡ്വക്കേറ്റ് ബസന്ത് എന്തിനാണ് ഇതിന് ഒരു കോച്ചിങ് സെന്ററിനെ പ്രതിനിധീകരിക്കുന്നത്? കോച്ചിങ് സെന്ററുകൾ സത്യത്തിൽ ഇത്തരം തട്ടിപ്പുകൾ നടത്തുകയും അവർ മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന കാഴ്ചയല്ലേ ഉള്ളത്? കോച്ചിങ് സെന്ററുകളല്ലേ പണം കൊടുത്തൊക്കെ പല കുട്ടികളുടെയും ഭാവിയെ അപകടത്തിലാക്കുന്ന രൂപത്തിൽ പരീക്ഷാ പേപ്പർ ചോർത്തുന്ന രൂപത്തിലൊക്കെ ഇടപെട്ടിട്ടുള്ളത് എന്ന് ബെഞ്ച് ചോദിക്കുന്ന വിചിത്രമായ കാഴ്ച ഞാൻ കണ്ടു. സത്യത്തിൽ അത് അങ്ങേയറ്റം സങ്കടകരമായ കാഴ്ചയാണ്. ഇന്ത്യയിലെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും 720 മാർക്കൊക്കെ കിട്ടിയ കുറേ കുട്ടികൾ ഒന്നിച്ചുണ്ട് എന്നും ഇതൊക്കെ കോച്ചിങ് സെന്ററുകളുടെ ഇടപെടൽ കൊണ്ടാണ് എന്നും, അപ്പോൾ ഒരു കോച്ചിങ് സെന്റർ എന്തിനാണ് കുറച്ചുകൂടെ മാന്യമായി പരീക്ഷ നടത്തണം, ഭാവിയിൽ ഈ പരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടക്കണം എന്നൊക്കെ പറഞ്ഞ് കോടതിക്ക് മുമ്പാകെ വരുന്നത്? കോച്ചിങ് സെന്ററുകൾ ഈ ഇൻഡസ്ട്രിയെ, കുട്ടികളുടെ ഭാവിയെ, പരീക്ഷയുടെ ക്വാളിറ്റിയെ, പരീക്ഷയുടെ സത്യസന്ധതയെ നശിപ്പിക്കുന്ന പണിയല്ലേ എടുക്കുന്നത് എന്ന് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ചോദിക്കുന്നത് ഒരു കോച്ചിങ് സെന്ററിന്റെ പ്രതിനിധിയായി കോർട്ട് റൂമിൽ കോടതി നടപടികളുടെ ഇടയിലിരുന്ന് കേൾക്കേണ്ടി വരുന്നത് സത്യത്തിൽ സങ്കടകരമായ സാഹചര്യമാണ്. കേരളത്തിലേക്ക് നമ്മൾ വരുമ്പോഴും പലപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ അല്ല കോച്ചിങ് സെന്ററുകളിൽ പലരുടെ ഭാഗത്തു നിന്നും പ്രതികരണം. ഇതുവരെയും ഞാൻ അതിലേക്കൊന്നും കടക്കുകയോ ഇതുവരെയും അത്തരം കൺഫ്യൂഷനുകൾ ഉണ്ടാക്കുന്ന ഡിസ്കഷനുകളിലേക്ക് ഒരുപക്ഷെ സൈലത്തിൽ മാത്രം ഊന്നിയുള്ള ചർച്ചകളിലേക്കൊന്നും ഞാൻ പോയിരുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ ആ സങ്കടവും കൂടെ പറയുകയാണ്. കാരണം പല വലിയ സ്ഥാപനങ്ങളെയും, ഞങ്ങൾ ബഹുമാനത്തോടെ കാണുന്ന സ്ഥാപനങ്ങളെയും പ്രതിനിധീകരിച്ചിരിക്കുന്ന, ഞങ്ങൾ അതിലേറെ ബഹുമാനത്തോടെ കാണുന്ന ഇൻഡിവിജ്വൽസ് അവരുടെ വോയിസ് ക്ലിപ്പുകളായും അവരുടെ വീഡിയോകളായും ഒക്കെ ഞങ്ങൾ കാണുകയാണ്. നമുക്ക് NTA-ക്കൊപ്പം നിൽക്കണം, നമുക്ക് സെൻട്രൽ മിനിസ്ട്രിക്കൊപ്പം നിൽക്കണം, നമുക്ക് നീറ്റ് എക്സാമിനേഷനകത്ത് അത്തരം പ്രശ്നങ്ങളില്ല എന്ന വാദമുഖത്ത് നിൽക്കണമെന്നൊക്കെ പച്ചയായി പറയുന്ന വോയിസ് വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേൾക്കുകയുണ്ടായി. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഈ വർഷത്തെ കാര്യം മാത്രമല്ല, ഭാവിയോളം നമ്മളുടെ കുഞ്ഞുങ്ങൾ എഴുതേണ്ട പരീക്ഷയാണ്. ഏത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയായാലും ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയെ അലങ്കോലമാക്കാനുള്ള പണിയിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മളാരും ഭാഗവാക്കാവരുത്. വരും വർഷങ്ങളിൽ ഈ പരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടക്കേണ്ടതാണ്. എല്ലാ വർഷവും അർഹതയില്ലാത്തവർ 30 ലക്ഷവും 40 ലക്ഷവും കൊടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങാൻ സാമ്പത്തികമായി ശേഷിയുള്ളവർ മാത്രം പാസ്സാവേണ്ട പരീക്ഷയല്ല ഇത്. മികച്ച കരിയർ റെക്കോർഡ് അക്കാഡമിക് ഇയറിന്റെ ആദ്യം മുതൽ സൂക്ഷിച്ച മിനിമം ചില കുട്ടികളെ മാത്രം ക്ലാസ് റൂമിനകത്ത് സെലക്ട് ചെയ്ത് മാറ്റിയിരുത്തി അവർക്ക് മാത്രം കോൺഫിഡൻഷ്യലായി ക്വസ്റ്റ്യൻ പേപ്പർ വിതരണം ചെയ്ത് മറ്റാരും അറിയരുത്, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള സംവിധാനം സ്ഥാപനം ഉണ്ടാക്കിത്തരുമെന്ന് പറഞ്ഞ് സ്ഥാപനം പണം കൊടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങി കുട്ടികളെ ട്രെയിൻ ചെയ്ത് എക്സാമിനേഷൻ ഹാളിലേക്ക് വിടേണ്ട പരീക്ഷയും അല്ല ഇത്. സത്യസന്ധമായി കോമ്പറ്റേറ്റീവായ ഒരു ഇൻഡസ്ട്രിയുടെ ഭാവിക്ക് വേണ്ടിയുള്ള സമരമാണിത്. നമ്മൾ റീനീറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മൾ പുതിയ റാങ്ക് ലിസ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും അത് മാത്രമല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. അടുത്ത വർഷവും ഈ വർഷം എഴുതിയ പോലെ അടുത്ത വർഷവും ലക്ഷക്കണക്കിന് കുട്ടികൾ പരീക്ഷ എഴുതാൻ വേണ്ടി വരും. കോടിക്കണക്കിന് രൂപയാണ്. 24 ലക്ഷം കുട്ടികളാണ് ഈ വർഷം പരീക്ഷ എഴുതിയെന്ന റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. പരീക്ഷ എഴുതിയ ഒരു കുട്ടി, ജനറൽ കാറ്റഗറിയിലുള്ള ഒരു കുട്ടി, OEC കാറ്റഗറിയിലുള്ള ഒരു കുട്ടിയൊക്കെ 1700 രൂപ അടച്ചാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്. SC ST കാറ്റഗറിയിലുള്ള കുട്ടിയും PhD കാറ്റഗറിയിലുള്ള, ദാറ്റ് മീൻസ് അംഗപരിമിതികൾ ഉണ്ട് എന്നൊക്കെ പറയുന്ന കുഞ്ഞുങ്ങളുമെല്ലാം 1000 രൂപ അടച്ചാണ് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നത്. നമുക്ക് ആ മിനിമം 1000 രൂപ എടുക്കാം. മിനിമം 1000 രൂപയാണെങ്കിൽ 24 ലക്ഷം കുട്ടികൾ 1000 രൂപ അടച്ചാൽ 240 കോടി ആണ് ഈ പരീക്ഷ നടക്കാൻ വേണ്ടി NTA-യിലേക്ക് അടയ്ക്കുന്നത്. അതൊരു ചെറിയ തുകയല്ല. 240 കോടി 1000 അടച്ചാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ജനറൽ കാറ്റഗറിയിലും OBC കാറ്റഗറിയിലും OEC കാറ്റഗറിയിലും ഒക്കെ ഇത് 1700 ആണ്. അങ്ങനെ വരുമ്പോൾ ഇത് 350 400 കോടിയാണ്. 400 കോടിയാണ് ഒറ്റ പരീക്ഷ നടത്തുന്നതിലൂടെ വരുന്ന റവന്യൂ എന്ന് പറയുന്നത്. മിനിസ്ട്രിയിലേക്ക് വരുന്ന, NTA-യിലേക്ക് വരുന്ന റവന്യൂ എന്ന് പറയുന്നത് 400 കോടിയാണ്. അങ്ങനെ 400 കോടിയോളം രൂപ കൊടുത്ത് നാം നമുക്ക് വേണ്ടി കൊണ്ടുവന്ന, നമുക്ക് വേണ്ടി നടത്താൻ ആവശ്യപ്പെടുന്ന ഒരു ക്വാളിറ്റി എക്സാമിനേഷനാണ് ഈ രൂപത്തിലേക്ക് മാറുന്നത്. അതുകൊണ്ട് ഇതൊരു ചെറിയ കളിയല്ല. നാം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തുന്ന 40 ലക്ഷത്തിനെയും 50 ലക്ഷത്തിനെയും കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അതിനു മുമ്പേ കോടികൾ വാങ്ങിവെച്ച് നടത്തുന്ന ഒരു പരീക്ഷയാണ്.
ഇത്രയും കോടികൾ വാങ്ങിവെച്ചതിന്റെ ഉത്തരവാദിത്തം ഈ പരീക്ഷാ നടത്തിപ്പിൽ കാണേണ്ടതുണ്ട്. എക്സാമിനേഷൻ ഹാളിൽ എക്സാം നടത്താൻ വരുന്നവരുടെ നിലവാരം എന്താണ് പലയിടത്തും എന്ന് എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം. നിങ്ങളിൽ പല ആളുകൾക്കും എത്ര വൈകിയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പല ആളുകളും തന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഈ വൈകി തന്ന കുട്ടികളിൽ ഒരു വിഭാഗത്തിന് മാത്രം NTA ഒരു മിനിമം 1500 പേർക്ക് മാത്രം എന്ത് നടത്തിയിരിക്കുകയാണ്, റീ എക്സാമിനേഷൻ നടത്തിയിരിക്കുകയാണ്. അങ്ങനെ റീ എക്സാമിനേഷൻ എഴുതാൻ കഴിയാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മളുടെ ചുറ്റുമുണ്ട്. ഒരു ട്രെയിനിങ്ങും കൊടുക്കാതെയാണ് NTA എക്സാം ഹോളിലേക്ക് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഒപ്പിടാൻ പലവട്ടം വന്നും മാനസികമായി പീഡിപ്പിച്ചും നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ OMR ഷീറ്റ് കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയും ഒക്കെ സമയം നഷ്ടപ്പെടുത്തിയ കഥകളാൽ സമ്പന്നമാണ് നീറ്റ് എക്സാമിനേഷന്റെ ചരിത്രം എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, 400 കോടി രൂപ ഗവൺമെന്റിന് കൊടുത്ത് നാം നമുക്ക് വേണ്ടി നടത്തുന്ന ഒരു പരീക്ഷയുടെ നടത്തിപ്പിനെ കുറിച്ചാണ് ഞാനിത് പറയുന്നത്. 10-13 പ്രാദേശിക ഭാഷകളിലേക്ക്, ഇന്ത്യയിലെ വിവിധ ഭാഷകളിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ തർജ്ജമ ചെയ്യാൻ NDAക്ക് ഒരു സ്ഥിരം സമിതിയില്ല. ഓരോ വർഷവും ക്വസ്റ്റ്യൻ പേപ്പർ തർജ്ജമ ചെയ്യാൻ ഓരോ സംസ്ഥാനത്തു നിന്നും ആളുകളെ NTA വാടകയ്ക്കെടുക്കുകയാണ്. ആരെയാണ് വാടകയ്ക്കെടുക്കുന്നത്? അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നവരുടെ അടിസ്ഥാന യോഗ്യത എന്താണ്, അവരാരാണ് എന്ന് ഇവിടുത്തെ കോച്ചിങ് ഇൻഡസ്ട്രിക്ക് അറിയാൻ കഴിയില്ലേ? കേരളത്തിൽ നിന്ന് മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ മലയാള ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നയാൾ ആരാണ് എന്ന് കേരളത്തിലെ വലിയ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് അറിയില്ലേ? സൈലത്തിന് ഇത് വന്ന് നിങ്ങളോട് പറയാൻ കഴിയുന്നത് ഞങ്ങൾ വലിയ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്, പക്ഷേ ഞങ്ങൾക്ക് ഇതറിയില്ല എന്നതുകൊണ്ടും ഞങ്ങൾ ഇതറിയാൻ ശ്രമിച്ചിട്ടില്ല എന്നതുകൊണ്ടും മാത്രമാണ്. ഞങ്ങൾക്ക് ഇത് അറിയാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. കേരളത്തിൽ നിന്ന് ആരാണ് മലയാള ഭാഷയിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത്, എല്ലാ വർഷവും പോയിരുന്നതെന്ന് കണ്ടുപിടിക്കാൻ സൈലത്തിലെ അധ്യാപകരുടെയും ഈ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ വർഷങ്ങളായി നിൽക്കുന്ന അനുഭവ പരിചയത്തിന്റെയും ബലത്തിൽ ഞങ്ങൾക്കൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ ഞങ്ങൾ ഇത് അറിയാൻ ശ്രമിച്ചിട്ടില്ല. കാരണം സൈലം ഒരിക്കലും 720ന്റെ പേരിൽ അഹങ്കരിക്കാൻ ആഗ്രഹിച്ച സ്ഥാപനമല്ല. ഞാൻ ഈ നീറ്റിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, 1ാം റാങ്ക് കിട്ടുന്നവരുടെ പേരിൽ അഭിരമിക്കാനല്ല ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയത്. വളരെ ചെറിയ മാർക്കുമായി അകറ്റി നിർത്തപ്പെട്ട കുഞ്ഞുങ്ങൾക്കെല്ലാം നീറ്റിന് സീറ്റ് കിട്ടണം എന്നാഗ്രഹിച്ച്, അവർക്കൊക്കെ MBBSന് അഡ്മിഷൻ കിട്ടണം എന്നാഗ്രഹിച്ച്, അങ്ങനെ MBBSലേക്ക് എത്തുന്ന ഓരോ കുട്ടിയുടെയും പേരിൽ അഭിമാനിക്കാൻ, ആ ഓരോ കുട്ടിയെയും 1ാം റാങ്കുള്ളയാളായി കാണാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് സൈലം ഈ സ്ഥാപനം തുടങ്ങിയതും ഈ പണിയെടുക്കുന്നതും. അതുകൊണ്ടാണ് ഞങ്ങൾക്കിത്ര വേദനയുള്ളതും. കൂടുതൽ കുട്ടികൾ കയറാത്തത് കൊണ്ട് 650, 640, 630 ഒക്കെ കിട്ടിയ കുട്ടികൾ പുറത്തു നിൽക്കുന്നത് കാണുമ്പോൾ അനർഹരായ ആളുകൾ ഈ പട്ടികയിലേക്ക് ചാടിക്കടന്നു എന്നത് സങ്കടത്തോടുകൂടെ ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത്, ഇങ്ങനെയല്ല ഈ പരീക്ഷ നടക്കേണ്ടത് എന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്, ഞങ്ങളുടെ കുഞ്ഞെന്ന് പറയുന്നത് സൈലത്തിലുള്ള കുഞ്ഞുങ്ങളെ കുറിച്ച് മാത്രമല്ല ഞാനിത് പറയുന്നത്. ആവറേജുകാരാണെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തി പലപ്പോഴും മികച്ച കോച്ചിങ് വർഷാവസാനം വരെ കിട്ടാതെ പോയ സാധാരണക്കാരെല്ലാം ഞങ്ങൾക്ക് ക്വാളിറ്റി കുഞ്ഞുങ്ങളാണ്. അവരുടെ എല്ലാം 650കളിലും 640കളിലും ഞങ്ങൾ 1ാം റാങ്ക് കാണുന്നുണ്ട്. തലേ ദിവസം വരെ 99%, 99.9% മാത്രം വർഷങ്ങളോളം സകല പ്രിവിലേജുകളിലും ജീവിച്ചത് കൊണ്ട്, സകല ക്ലാസ് റൂമിലും അതിഗംഭീരമായി പഠിക്കാൻ കഴിഞ്ഞത് കൊണ്ട് ആ പ്രിവിലേജുകളുടെ തുടർച്ചയിൽ വാങ്ങുന്ന റാങ്കുകളിലല്ല ഞങ്ങൾ അഭിമാനിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു അടിസ്ഥാന സൗകര്യവുമില്ലാത്ത, ഒരു ജീവിത സാഹചര്യവുമില്ലാത്ത ഒരിടത്ത് നിന്ന് ആ ജീവിത സാഹചര്യത്തോട് സമരം ചെയ്ത് കഷ്ടപ്പെട്ട് 650ലേക്കൊക്കെ കയറി വന്ന കുഞ്ഞുങ്ങളുടെ മാർക്കിന് വലിയ മൂല്യമുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി ക്വാളിറ്റിയോടുകൂടി ഈ ഇൻഡസ്ട്രി തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് NDAക്കൊപ്പം നിൽക്കാം. ഞങ്ങൾക്ക് നീറ്റ് സ്കാമുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് എതിരെ നിൽക്കാം. ഈ പറയുന്ന വാദമുഖങ്ങളൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് അപ്പാടെ തള്ളിക്കളയാൻ വേണ്ടി നമുക്കൊരു കൺസോർഷ്യം ഉണ്ടാക്കാം. നമുക്കൊരു മികച്ച മാർക്ക് കിട്ടിയ മിനിമൽ പാരൻസിന്റെയും അധ്യാപകരുടെയും മാത്രമായ ഒരു സംഘം ഉണ്ടാക്കി കളയാം എന്നൊക്കെ അറിഞ്ഞോ അറിയാതെയോ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറച്ചിലുകൾ അങ്ങേയറ്റം ഉത്തരവാദിത്തമില്ലാത്ത പറച്ചിലുകളാണ്. കുഞ്ഞുങ്ങളെ ഭാവിയോളം നശിപ്പിക്കുന്ന പറച്ചിലുകളാണ്. ഒരു കോച്ചിങ് ഇൻഡസ്ട്രിയെ പ്രതിനിധാനം ചെയ്തും അത്തരം പറച്ചിലുകളിലേക്ക് നാം പോവാൻ പാടില്ല. അങ്ങനെ പറയുന്നവരെ മുഴുവൻ മുഖവിലക്കെടുത്തുകൊണ്ടാണ് കോടതി ചോദിക്കുന്നത്, ഇവിടുത്തെ കോച്ചിങ് ഇൻഡസ്ട്രി ചെയ്യുന്നത് കോടികളുടെ അഴിമതിയല്ലേ? കോടികൾ കൊടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങി ഈ പരീക്ഷയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കോച്ചിങ് ഇൻഡസ്ട്രി എന്തിനാണ് കോടതിയിൽ പരാതിയുമായി വരുന്നത് എന്ന ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യം ഞങ്ങളെ സങ്കടപ്പെടുത്തുന്നുണ്ട് എങ്കിലും ഞങ്ങൾ ഒട്ടുമേ തലകുനിച്ചല്ലാതെ നാളെയും കോടതിയിൽ പോകും. 8ാം തീയതിയും സുപ്രീം കോടതിയുടെ മുമ്പിൽ സൈലം പോയി നിൽക്കും. ഇറങ്ങിപ്പോവാൻ കോടതി പറഞ്ഞാലും ഞങ്ങൾ നിൽക്കും. കാരണം ഞങ്ങളുടെ സമരം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഭാവിയോളം ഈ ഇൻഡസ്ട്രി ആളുകൾക്ക് സത്യസന്ധമായി വിശ്വസിക്കാവുന്ന ഒരു ഇൻഡസ്ട്രിയായി
തുടരാനും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് 8-ാം തീയതി വരെ കാത്തിരിക്കാം. ഞാൻ വീണ്ടും പരാതിയുള്ള കുഞ്ഞുങ്ങളോട് പറയുന്നു, നിങ്ങൾ പരാതി പറയാൻ മടിക്കരുത്. നിങ്ങളുടെ പരാതി നിങ്ങൾക്ക് മെയിൽ ID-യിലേക്ക് അയക്കാം. ആ പരാതികളെല്ലാം നിങ്ങൾ ഓരോ ഇൻഡിവിജ്വലിന്റെ പരാതിയും 8-ാം തീയതി സുപ്രീം കോടതിയിൽ സൈലം ഫയൽ ചെയ്യും. താങ്ക് യു.